നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസികൾക്ക് ആശങ്കയായി UAEയും സ്വദേശിവൽക്കരണം കടുപ്പിക്കുന്നു. സ്വകാര്യ മേഖലയിലെ ജോലികളിൽ UAE പൗരന്മാരെ ആകർഷിക്കുന്നതിന് നാഫിസ് കൗൺസിലിന്റെ നേതൃത്വത്തിൽ വിചാരണ പരിപാടികൾ തുടങ്ങിയിരിക്കുകയാണ്. സ്വകാര്യ മേഖലയിലും ഉയർച്ച നേടാം എന്ന് ബോധ്യപ്പെടുത്തുന്നതിന് വിവിധ മേഖലകളിൽ വിജയം നേടിയ ഇമറാത്തികളുടെ കഥ പഠിപ്പിച്ചാണ് പ്രചാരണം നടക്കുന്നത്. സ്വകാര്യ മേഖലയിലും സ്വദേശിവൽക്കരണം നടപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് ഇത്തരത്തിൽ പദ്ധതി മുന്നോട്ട് വച്ചത്. പൗരന്മാരുടെ കഴിവുകളെ പരിപോഷിപ്പിക്കുന്നതിന് രൂപം കൊടുത്ത ഫെഡറൽ സംവിധാനമാണ് നാഫിസ് കൗൺസിൽ. വിദഗ്ധരായ സ്വദേശി ജീവനക്കാർക്ക് അതേ തസ്തികയിൽ ജോലി ചെയ്യുന്ന വിദേശികളേക്കാൾ 40% കൂടുതലാണ് വേതനം. ഈ വർഷം സ്വകാര്യ മേഖലയിൽ 13,193 സ്ഥാപനങ്ങളിൽ സ്വദേശികളെ നിയമിക്കാനാണ് ശ്രമം നടന്നുവരുന്നത്. സ്വകാര്യ മേഖലയിലെ സ്വദേശികളുടെ നിയമവേതനങ്ങൾക്കായി 110 കോടി ദിർഹമാണ് വകയിരുത്തിയിരിക്കുന്നത്. അടുത്ത വർഷം 182 കോടി ദിർഹം സ്വദേശി നിയമനത്തിനായി ചിലവഴിക്കുന്നതാണ്. നിലവിൽ നിയമനം നേടിയ സ്വദേശികളിൽ 97% വിദഗ്ധ തൊഴിലാളികളുടെ പട്ടികയിൽ ഉൾപ്പെട്ടവരാണ്. തൊഴിൽ നേടുന്ന സ്വദേശികൾക്ക് നാഫിസ് വഴിയാണ് വിദഗ്ധ പരിശീലനം നൽകുക. അതേസമയം സമാനമായി തന്നെ കുവൈറ്റിലും സ്വദേശിവൽക്കരണം കടുപ്പിക്കുന്നുണ്ട്. കുവൈറ്റിൽ കഴിഞ്ഞ ദിവസം മുനിസിപ്പാലിറ്റി ജോലികളിൽ സ്വദേശിവൽക്കരണം നടപ്പിലാക്കുമെന്ന അധികൃതരുടെ പ്രഖ്യാപനം നടപ്പാക്കി തുടങ്ങിയിട്ടുണ്ട്. നിലവിൽ മുനിസിപ്പാലിറ്റിയിലെ വിവിധ തസ്തികകളിൽ ജോലി ചെയ്യുന്ന 132 പ്രവാസി ജീവനക്കാരെ പിരിച്ചുവിട്ടതായി മുനിസിപ്പൽ കാര്യ ഡയറക്ടർ ജനറൽ അഹമ്മദ് അൽ മൻഫൂഫി അറിയിച്ചു. മുനിസിപ്പാലിറ്റി ജോലികളിൽ സമ്പൂർണ്ണ സ്വദേശിവൽക്കരണം നടപ്പാക്കുന്നതിന്റെ ആദ്യഘട്ടമായാണ് ഇത്തരത്തിൽ നടപടി. മുനിസിപ്പാലിറ്റി ജോലികളിൽ നിന്ന് വിദേശികളെ ഒഴിവാക്കാനുള്ള തീരുമാനം കർശനമായി നടപ്പാക്കുമെന്നും നിലവിലുള്ള ജീവനക്കാരെ 3 ഘട്ടങ്ങളായി പിരിച്ചുവിടുമെന്നും കഴിഞ്ഞ ആഴ്ച മുനിസിപ്പൽ കാര്യമന്ത്രി ഡോക്ടർ റെന അൽ ഫാരിസ് വ്യക്തമാക്കിയിരുന്നു. ഇതിന്റെ ചുവട് പിടിച്ചാണ് 132 പേരെ പിരിച്ചുവിട്ടുകൊണ്ടുള്ള മുനിസിപ്പൽ കാര്യ ഡയറക്ടർ ജനറൽ അഹമ്മദ് അൽ മൻഫൂഫിയുടെ പ്രഖ്യാപനം. സ്വദേശിവൽക്കരണത്തിന്റെ ഭാഗമായുള്ള രണ്ടാം ഘട്ട പിരിച്ചുവിടൽ 2023 ഫെബ്രുവരി 1 നടപ്പാക്കാനാണ് തീരുമാനം. രണ്ടാം ഘട്ടത്തിൽ പ്രവാസി ജീവനക്കാരിൽ ഇത്രയും പേർ അഥവാ ആകെ പ്രവാസികളുടെ 33% പേർ ജോലികളിൽ നിന്നും ഒഴിവാക്കപ്പെടും. ബാക്കിയുള്ള 34% പ്രവാസി ജീവനക്കാരെ അടുത്ത വർഷം ജൂലൈ 1 മുമ്പായി പിരിച്ചുവിടാനാണ് തീരുമാനം. കുവൈറ്റ് സ്വദേശികളായ വനിതകളുടെ വിദേശ പൗരത്വമുള്ള മക്കൾ, ബിദൂരികൾ, GCC പൗരന്മാർ എന്നിവരെ പിരിച്ചുവിടൽ നടപടിയിൽ നിന്നും ഒഴിവാക്കിയിട്ടുമുണ്ട്. ഇതിനിടെ നീതിന്യായ മന്ത്രാലയത്തിലും സ്വദേശിവൽക്കരണത്തിന്റെ ഭാഗമായുള്ള പിരിച്ചുവിടൽ നടപടികൾ തുടങ്ങിയിരിക്കുകയാണ്. ഇതിന്റെ ആദ്യപടിയായി 30 പ്രവാസി ജീവനക്കാരെ പിരിച്ചുവിടുന്നതിനുള്ള തീരുമാനം മന്ത്രാലയം അണ്ടർ സെക്രട്ടറി ഉമർ അൽ ഷർഖാവി പുറപ്പെടുവിക്കുകയുണ്ടായി. ഇവർക്ക് പകരം കുവൈറ്റി ജീവനക്കാരെ നിയമിക്കുന്നതിനുള്ള നടപടികൾ സിവിൽ സർവീസ് കമ്മീഷനുമായി ചേർന്ന് കൈക്കൊണ്ടതായും അദ്ദേഹം അറിയിച്ചു. നീതിന്യായ മന്ത്രാലയത്തിൽ വിദേശികളെ ഒഴിവാക്കി പകരം സ്വദേശികൾക്ക് അവസരം നൽകുമെന്ന് നീതിന്യായ വകുപ്പ് മന്ത്രി ജനറൽ അൽ ജലാവി കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.